അഹങ്കാരം വെച്ചു പൊറുപ്പിക്കില്ല. കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പാലാ നഗരസഭ ഭരണം താഴെ വീഴുകയാണ്. അടിയൊഴുക്കുകൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും പേരുകേട്ട പാലാ നഗരസഭയിൽ ഭരണം വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറുമ്പോൾ കോൺഗ്രസ് കട്ടക്കലിപ്പിലാണ് നിൽക്കുന്നത്. ഭരണം നിലനിർത്താൻ വേണ്ടി കൈപിടിച്ചുയർത്തിയ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കും പുളിക്കക്കണ്ടം കുടുംബത്തിനുമുള്ള ഭിന്നത രൂക്ഷമായതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യം ഭരിക്കുന്ന പാലാ നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരസഭയിൽ സ്വതന്ത്രരായ പുളിക്കക്കണ്ടം കുടുംബത്തിന് നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിക്കുന്ന പ്രമേയം കോൺഗ്രസ് പാസാക്കിയതോടെ നഗരസഭാ ഭരണം ഉടനടി പൊളിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഭരണം വേണ്ട, മറിച്ച് ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ ആ നിലപാടിനെ വേണം കൈയടിക്കാൻ. കുറച്ചു കാലമായി തുടർന്നു പോരുന്ന തർക്കങ്ങളാണ് മുനിസിപ്പാലിറ്റി ഭരണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. DYFI ജില്ലാ സമ്മേളനത്തിനായി നഗരസഭയുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കാനുള്ള ചെയർപേഴ്സന്റെയും സ്വതന്ത്രരുടെയും നീക്കമാണ് പാലായിലെ കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് DYFIക്ക് വിട്ടു നൽകാനുള്ള തീരുമാനത്തോടെയാണ് ഭരണമുന്നണിയിൽ വൻ വിള്ളലുണ്ടായത്. UDF പിന്തുണയോടെ ഭരിക്കുന്ന സ്വതന്ത്ര അംഗങ്ങളും നഗരസഭാ ചെയർപേഴ്സണും ചേർന്ന് ഇടതുപക്ഷ നീക്കങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് കോൺഗ്രസ് പരസ്യമായി ആരോപിച്ചു. സൗകര്യമുണ്ടെങ്കിൽ പിന്തുണച്ചാൽ മതി എന്ന ചിന്തയിൽ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ നിന്നതോടെയാണ് കോൺഗ്രസ് പിൻവലിയുമെന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്ത കൗൺസിൽ യോഗത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയിരുന്നു. ഇടതുപക്ഷത്തോട് അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തുന്ന സ്വതന്ത്ര കൂട്ടായ്മയുമായി ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം നിന്നത്. കഴിഞ്ഞ നഗരസഭ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDFനോ UDFനോ പാലായിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 26 അംഗ നഗരസഭയിൽ LDFന് 11ഉം UDFന് 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയ ബിനു പുളിക്കക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഈ പിന്തുണയുടെ ഉറപ്പിലാണ് ആദ്യ ടേമിൽ ബിനുവിന്റെ മകൾ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകി UDF ഭരണം പിടിച്ചത്. എന്നാൽ DYFI ജില്ലാ സമ്മേളനത്തിന് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കാനുള്ള കൗൺസിൽ തീരുമാനമാണ് കോൺഗ്രസിനെ കലിപ്പിലാക്കിയ ഘടകം. CPM ഭരിച്ചപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ കഴിയാവുന്ന രീതിയിലെല്ലാം ഉപദ്രവിച്ച ഇടതുപക്ഷത്തിനായി വിട്ടുവീഴ്ചകൾ എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന പ്രമേയത്തിന്റെ പകർപ്പ് ബ്ലോക്ക്, DCC, KPCC അധ്യക്ഷർക്ക് ഉടൻ നൽകാനും തീരുമാനമായി. മണ്ഡലത്തിലെ DCC, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികൾ, വാർഡ് പ്രസിഡന്റുമാർ, നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്ത കമ്മിറ്റിയിൽ പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. കൗൺസിലർമാരുടെയും നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ഐക്യകണ്ഠേന സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ 6 കൗൺസിലർമാരും കോൺഗ്രസ് വിമതയായി വിജയിച്ച വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന സമീപനങ്ങളാണ് സ്വതന്ത്ര മുന്നണിയുടെ ഭാഗത്തു നിന്നും തുടരെ ഉണ്ടാകുന്നത്. കോൺഗ്രസ് പിന്തുണയിൽ അധികാരം നേടിയ ശേഷം CPMനൊപ്പം അവിശുദ്ധ സഖ്യമായി പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത ഇല്ലായ്മയാണ് വെളിവാക്കുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പ്രമേയത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതൃത്വം തീരുമാനം പറയട്ടെ എന്നും സ്വതന്ത്ര മുന്നണി കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം പിന്നീട് തിരിച്ചടിച്ചു. കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് സ്വതന്ത്ര മുന്നണി കൂട്ടായ്മയുമായി നഗരസഭാ ഭരണം സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അവർ അഭിപ്രായം അറിയിക്കട്ടെ എന്നാണ് ബിനു പറയുന്നത്. വിഷയം ചർച്ച ചെയ്യുമെന്ന് UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു പിന്നീട് പറഞ്ഞുവെങ്കിലും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്.